എടാ മുള്ളാൻ പോവാൻ ഇതെന്തിനാടാ? കയ്യില് കുരിശും വെച്ചിട്ടാണ് മുള്ളാൻ പോകുന്നേ. ഡ്രൈവറോട് ചൂടാവൻ എന്തായിരുന്നു നീ തന്നെ ഒരു കുരിശ് അതിന്റെ എന്തിനാ ഒന്നുവാണല്ലോ എടാ എനിക്ക് മുള്ളാൻ മുട്ടുന്നില്ലെന്ന് വെറുതെ വന്നു വാടാ. എടാ നിനക്കപ്പൊ കുരിശ് മാത്രം പോരെ? എന്തു പ്രേതമാണെങ്കിലും മാറും ശല്യാണല്ലോ ഇതിനെക്കൊണ്ട്. നടക്കും രാജീവ് കട്ട കലിപ്പില. പിന്നെ എങ്ങനെ വരാതിരിക്കും? ഇതൊന്നും അറിയാതെ വേറൊരുത്തൻ. തുടങ്ങിയാ? ഇല്ലടാ. തുടങ്ങിയാ? ഇല്ല. നീ എന്ത് ലൈവ് അപ്ഡേറ്റ് എടുക്കുവാണോ? ഇല്ല. തീരുന്നറിയാൻ വേണ്ടിയല്ലേ? തീരുമ്പോ അങ്ങോട്ട് വരും. തുടങ്ങിയിട്ടേ ഉള്ളൂ. എടാ വല്ല പറ്റിയ എടാ നിന്റെ നെഴിലാണത്. വാ എണ്ണിക്ക് പോവാ. കുബേരെ കൈ പൊട്ടിയനെ. വാ പോവാ. നീ കൂടുതൽ വിളിക്കണ്ട കേട്ടാ. രണ്ടും കൂടി തുള്ളി കളിച്ചു മര്യാദക്ക് സമ്മതിച്ചില്ല. കുട്ടി അവന്റെ നേരിൽ തന്നെ അടിച്ചാളാ ടോർച്ചിന്റെ അവിടെ മറിഞ്ഞ് വീണ് ഉരുണ്ട് എണ്ണി കാണാണ്ടത്. കാലത്ത് ഇതുവഴിയല്ലേ? ഇത് രസല്ലേ? കിട്ടൂലേ? കൊറേ നാള് കൂടിയിട്ടാ ഇങ്ങനൊരു ഡ്രൈവ്. ഈ ബസ്സുകാർക്ക് എന്ത് സ്പീഡാണ് ഇവിടെ. ഓരോന്നും കൂടെ ഇവിടൊക്കെ ബസ്സുകാരെക്കാളും പേടിക്കുന്ന ജീപ്പുകാരാണ്. ഒന്നും നോക്കാതെ കയറ്റിക്കൊണ്ട് വന്നൂടാ. എന്തൊരു അഹങ്കാരം ഈ തേണ്ടികൾക്ക്. ഇവന്മാർക്കൊക്കെ റോഡ് എന്താ കൊക്ക എന്ത്. വിമാനം ഓടിക്കുന്ന അഹങ്കാരമായി പുല്ലന്മാർക്ക്. എങ്ങനെ എത്തിയില്ല നോക്ക്. നമ്മുടെ അവിടെ ട്രാഫിക്കിൽ ഒരു കുത്തിക്കയറ്റി കൊണ്ടുപോകണം. അപ്പഴാ എന്ത് കോപ്പില് പോക്കണോ പോയെ? വണ്ടി ഓടിക്കുന്നത് കൂട്ടത്തൊരു പോക്കും. അവരെ പിടിക്കാം. ആരെങ്കിലും ചോദിച്ചാൽ അവര് ശരിയാവത്തുള്ളൂ. ചുമ്മാ ഇരിക്കടാ. കല്യാണത്തെ എത്താൻ പോയി ചുമ്മാ കല്യാണല്ലേ കഴിക്കാറാൻ എത്തിയാൽ മതി. നീ വണ്ടി ഇരടാ. നിങ്ങളൊക്കെ കൂടെ ഇറങ്ങി പുറപ്പെട്ട് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കണേ? ചവിട്ടി വിടറോ. എടാ അയാൾ ഇവിടുന്ന് കാണുന്നില്ലടാ. വിട്ടു പോയിട്ടുണ്ടാവും അയാൾ. അധികം പോയിട്ടുണ്ടാവില്ല അവന്മാര്. എടാ കാണുന്നില്ലോ. നീ ഒന്ന് പിടയ്ക്കായിരുന്നു അവിടെ. മതി ഒന്ന് നിർത്ത്.
അവന്മാർക്കിട്ട് എന്തായാലും പണി കൊടുക്കണം, പറപ്പിച്ചു വിടറാ. എടാ അവന്മാരെന്താ കാണുന്നുണ്ടോ? വേഗം പിടി, അടുത്തുണ്ട്. ഞാൻ എന്റെ സൈഡിൽ കൂടെ വണ്ടി ഓടി. നിങ്ങൾ എന്നെ റോഡ് എന്താണ് ചൂടാവുന്നേ? ചൂടാവുന്നേ പഠിപ്പിക്കാനൊക്കെ ഞാനിവിടുത്തെ ഇറങ്ങി പാടാ. ഞാൻ പറയാം നിങ്ങൾക്ക് പറഞ്ഞൂടെ അല്ലാണ്ട് റോഡ് നടുക്കൂടെ എല്ലാരും എന്തായാലും പണി നമ്പർ നോട്ടി പിന്നെ പൊളി ഞങ്ങളുടെ കയ്യിൽ പോടാ. രാവിലെ തന്നെ ഓരോന്നിനും പൊക്കിക്കൊണ്ട് വന്നേക്കുവാ. എന്നിട്ട് നിന്നെ വെക്കട്ടെ, നിന്നെ കൈ കിട്ടുമാ. പിന്നെ താനോ ഒലത്തും അതൊക്കെ പറഞ്ഞിട്ട് അവന്റെ പോകുക താഴെ എത്തിയെന്ന് ചോദിച്ചാൽ എന്താ അഹങ്കാരം ഇനി ഇവൻ എന്തായാലും പഠിച്ചോളൂ. ഓരോരുത്തർ എന്തായാലും കാണിക്കും. അപ്പൊ കണ്ടില്ലേ പോയത് ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാണ്. ഞാനതല്ലേ നേരത്തെ പറഞ്ഞത്. ആരുടെങ്കിലും നെഞ്ചത്ത് കയറാൻ കിടക്കണം. റോട്ടിലിറങ്ങി എന്താ കാണിച്ചു കൊടുത്ത അവന്മാരൊക്കെ. അവന്മാര് ഇവിടുത്തുകാരാന്നുള്ളതിന്റെ അഹങ്കാരമാണ് അവർക്ക്. പിന്നെ അല്ല ആദ്യം തിന്നവിളി കാണിക്കണം പാന്നികള്. ഇനി അവന്മാർ വല്ല കൊട്ടേഷൻ വല്ല ആയിരിക്കും. ആരായ നമുക്കെന്താണ്? ഇനി പുറകെ വരുമോ? നമ്മളെ തല്ലി നമ്മളും തിരിച്ചു ചെല്ലും. അല്ല പിന്നെ കല്യാണത്തിന് പോകാൻ നേരം വൈകി ഞാൻ കാണിച്ചു കൊടുത്തേന്ന് അവന്മാർ. ഒന്ന് നിർത്താവോ? ഓരോരുത്തന്മാര് ഇറങ്ങിക്കോളും. മനുഷ്യനെ പേടിപ്പിക്കാൻ. ദേ വരണ അടുത്തവൻ. എടാ നിനക്ക് വേണേ മാറി. നിതീഷേ, നീ കയറ്റോളൂ നിഷ. അവന്മാര് വേണേ മാറ്റിട്ടോ. അല്ല പിന്നെ എന്താ നിതീഷേ? എടാ അതിനകത്തൊക്കെ ആൾക്കാരുണ്ടാവില്ലേ? ഒന്നും മിണ്ടായിരുന്നു. എന്താ അവിടെ വായി നാക്കില്ലേ? അവർക്ക് എന്താ പറഞ്ഞൂടെ? എന്തിനാണ് വെറുതെ? ഇടക്കിടക്ക് ഇതുപോലെ ആരും പണി കൊടുത്താലും അവന്മാര് പഠിക്കുള്ളൂ. ആ നിങ്ങളോടൊക്കെ എന്നാ പറയാ? അവന്മാര് നമ്മളെ പോലെ തന്നെയല്ലേ? അതെ. അവർക്ക് മാറ്റിക്കൂടെ? ഈ മണ്ടൻ എന്താ ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയണം? വരുന്നുണ്ടല്ലോ. എടാ നമ്മൾ ഇത്ര ലേറ്റ് ആയി, ഇപ്പൊ എത്താനോ? ആ വേഗം എത്തിക്കാന്ന്. ഒന്ന് വേഗം കേറടാ. ഇടാ, ഞാനിടാം. ആ ഡോർ അടയ്ക്കടാ. അതിന് പറഞ്ഞ പോലെ. നീ ആ ഡോറ് പൊട്ടിക്കോ? സോറി സാർ. ഇവിടെ ഒരുത്തരം നോക്കിയോ ബോംബ് പിടിച്ചാലോ അറിയത്തില്ല. അതെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല പോലെ. അങ്ങനെ ഉറങ്ങാനും വേണം ഒരു യോഗം. ആണോ? ഇനി അയാളെങ്ങാനും കാണുമോ? ഏ? സാർ എഴുതേറ്റോ? വെള്ളം വല്ലതും വേണോ? എവിടെ എത്തിയടാ? ആ ഇങ്ങനെ പോകുന്നുണ്ട്. എടാ എനിക്ക് മുള്ളാൻ പറ്റത്തടാ. എടാ നിർത്തടാ, വണ്ടി എടുത്തടാ. തുടങ്ങി അടുത്ത ആള്. ഒരുത്തനെ ഇപ്പൊ മുള്ളിപ്പിച്ച് ഇതിന്റെ ഉള്ളിൽ ഇരുത്തിയുള്ളൂ. ഇനി ഇതാ അടുത്തവൻ. ഒന്ന് പോയാടാവുന്നു. ജോയ്, നീ ഇത്ര നേരം കൂർക്ക വെച്ച് ഉറങ്ങലായിരുന്നു. നീ ഇനി മുള്ളണ്ട. അവിടെ ഇരിക്ക്. എടാ ഇതിനകത്ത് ഇരുന്ന് മടുത്തടാ. എത്ര നേരമായി എത്തിയിരിക്കുന്നത്. ഇത്ര നേരം കിടന്ന് ഉറങ്ങിയിട്ടും മടുത്ത്. ശരിയാ, നമുക്ക് സ്റ്റേ ആക്കിയാലോ? പറഞ്ഞു ആ, ആക്കിയാലോ? വേണ്ട. എന്തൊക്കെ പ്ലാനുമായിട്ട് വാങ്ങുക. റിസപ്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിന്നാ മതിയായിരുന്നു. പുല്ല്
സ്റ്റേ ഒക്കെ ആക്കി സെറ്റ് ആവണമെന്ന് പറഞ്ഞ് വന്നാ ആ തെണ്ടി പറ്റിച്ചു. എടാ സ്റ്റേഡ് ഔട്ടാണെന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞല്ലായിരുന്നോ? വെറുതെ എന്തിനാ അവനെ പറയുന്നു? അതിന് ഈ സമയത്ത് റിസപ്ഷൻ കൂടാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. അപ്പോഴാ അതല്ലടി, നമ്മൾ എന്തായാലും ലേറ്റ് ആയി. പിന്നെ നിനക്കിനി എന്തായാലും ഈ നേരത്തെ വീട്ടിൽ പോകാൻ പറ്റില്ല. പിന്നെ സ്റ്റേ നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ അല്ലേ? പക്ഷേ രാവിലെയൊക്കെ ആയിരുന്നെങ്കിൽ സീനറിയും കണ്ട് ഇരിക്കായിരുന്നു. അതിന് ഈ സമയത്ത് ഇനി ഹോട്ടലൊക്കെ തുറന്ന് കാണുമോ? നിതീഷേ, എടാ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴേ ചെറിയ റിസോർട്ട്സും ഹോം സ്റ്റേസും അങ്ങനെ കണ്ടില്ലായിരുന്നു. നമുക്ക് അവിടെ എവിടെയെങ്കിലും നോക്കാം. എടാ മുള്ളാൻ വിട്ടുന്നടാ. ഹോട്ടലോട്ടല്ലേ പോണം, എനിക്കവിടെ ചെന്നിട്ട് പോരെ. നീ എത്ര നേരം പിടിച്ചേക്കോ? നോക്കാം നമുക്ക്. ഇല്ല ഏത് കാട്ടാലെന്നാലും ശരി, ഞാൻ ഇറങ്ങി എടാ അതിനോട് സ്റ്റേ ഒക്കെ സ്റ്റാർട്ടായി കാണോ? പിന്നെ നമ്മൾ രാവിലെ വരുന്ന വഴിക്ക് വണ്ടി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റേ ഒക്കെ സ്റ്റാർട്ടായി. അതല്ലേ, അപ്പം സ്റ്റേ ആക്കാം അല്ലേ? ചേടാ ഇതെന്തിനാ ഇപ്പൊ എല്ലാരും എന്നെ നോക്കുന്നേ? നമുക്ക് സ്റ്റേ ആക്കിയിട്ട് നാളെ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓ പിന്നെ എണീറ്റാലല്ലേ. ആദ്യം സ്റ്റേ കിട്ടുമോ നോക്കാം. എടാ എല്ലാരും പുറത്തേക്ക് നോക്കടാ, മിസ്സായിപ്പിനെ കിട്ടൂല കേട്ടാ. നോക്ക്. എടാ നോക്കടാ, എടാ രാജീവൻ നോക്ക്. എടാ ഇപ്പൊ സീസൺ ഒക്കെ അല്ലേ, റൂമൊക്കെ കിട്ടുമോ? പൊന്നിളിയാ കരുനാക്ക് ചെന്ന് മിണ്ടായിരിക്കാവാ. എടാ ഇവനെ എപ്പോഴും കരുനാക്കടി കോപ്പന്. എന്നാ പോയേ ജോയെ. പോടാ. ചോദിച്ചാലോ? എടാ അയാളോടൊന്ന് ചോദിച്ചു നോക്കിയേ. എടാ ഓക്കെ ആയിരിക്കുമല്ലോ അല്ലേ? എടാ റിവേഴ്സ് എടുക്കടാ. റിവേഴ്സ് എടുക്ക്. ചേട്ടാ ഈ കോട്ടേജ് ഓപ്പൺ ആണോ? അതെ കോട്ടയം ഓപ്പണാ ആണോ? അതെ, നല്ല സൗകര്യമുള്ള സ്ഥലമാ. നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങളൊരു 4-5 പേരുണ്ട്. ഇതെങ്ങനെയാ, റൂംസ് ആണോ? അതോ ഇല്ല ഇത് വില്ല ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മേളായിക്കാം. ഇറങ്ങി വാ, ചെറുപ്പക്കാർക്ക് പറ്റിയ സ്ഥലം. ഇനി അയാളുടെ ആണോ ഈ സ്ഥലം? അയാളൊന്നും ആയിരിക്കില്ല, അയാൾ വല്ല കെയർ ടേക്കർ മറ്റോ. പിന്നെ കണ്ടോ ബാക്കിലൊന്നും നോക്കിയേ. കാണുന്നായിരിക്കും പുള്ളി. അടിപൊളി നീ ഏത് വഴിയാണോ കേറി പോണം? സ്ഥലം സെറ്റപ്പ് ആ തോന്നുന്നു. എനിക്ക് മുള്ളാൻ പറ്റുന്നു. നമ്മള് പോയിക്കോട്ടെ. സൂക്ഷിച്ചേ. കാറ് കേറി പോവാ. എടാ വല്ലാതെ വിളിക്കുമ്പോ തന്നെ പോകട്ടാ. ചേട്ടാ പുറത്ത് ബാത്റൂം ഉണ്ടോ? ഇല്ല പുറത്തില്ല, അകത്ത് തുറന്നുതരാം. അതിനൊന്നും സമയം ചേട്ടാ. അങ്ങനെ പുറവശത്തുണ്ട്, അവിടെ ചെന്നു. ആലും പുല്ലൊന്നും വരില്ലല്ലോ. ഇല്ലെന്നേ, അല്ല എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. അടിപൊളി. നല്ല തണുപ്പല്ലേ? സൂപ്പർ പ്രൈസല്ലേ? വെള്ളമടിക്കാൻ പറ്റിയ സ്ഥലം. സത്യം. അയ്യടാ, എന്നാ നമ്മളിവിടെ സ്റ്റേ ഇല്ല. പറ്റിയ സ്ഥലമെന്നല്ലേ പറഞ്ഞുള്ളൂ, വെള്ളം അടിക്കണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഓഹോ, പാതിരാത്രി അവിടെ എന്നാ കാണുന്നേ? അകത്ത് കയറി കാണുന്നില്ലേ? പിന്നെ വാ നീ ഒന്ന് പോയി നോക്കിട്ടോ.
അല്ല അപ്പൊ നിങ്ങൾക്ക് ആർക്ക് കണ്ട? ഓ ഞങ്ങൾക്ക് ഈ തറ മതി, നീ വെക്കും. അതെനിക്കറിയാം. ആ വാ ഇങ്ങനെ സാധനം കയറി വാ. രക്ഷയില്ല. വന്നേ ഇതൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെയൊക്കെ ഇരിക്കാം. പിന്നെ കേട്ടോ അത് നിങ്ങൾക്ക് ഒരു ചെറിയ കമ്പനിയൊക്കെ കൂടി വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം കേട്ടാ. അതാണ് അടുക്കള. അവിടെ നല്ല വൃത്തിയുള്ള അവിടെയാണോ? അടുക്കള. ഭയങ്കര നല്ല എന്താണെന്നറിയോ എന്തൊക്കെ കാണാൻ കിടക്കുന്നു. വന്നേ ഇത് കേട്ടോ മോള് കയറി വന്നേ. ഈ ബെഡ്റൂമിലേക്ക് ഇനി അടുത്ത് ചേട്ടാ ചൂടുവെള്ളം ഉണ്ടല്ലോ അല്ലേ? ചൂടുവെള്ളം ഉണ്ടോന്നോ ഞാൻ പറയാം. അതായത് പൈപ്പ് എടുത്തിട്ട് ഇടത്തോട്ട് തിരിക്കുവാണെങ്കിൽ ചൂടുവെള്ളം, വലത്തോട്ട് തിരിക്കുവാണെങ്കിൽ തണുത്ത വെള്ളം, ഇത് നടുക്കിടുവാണെങ്കിൽ ചൂടും തണുപ്പും. അങ്ങ് അടിച്ചു പൊളിച്ചോന്നേ. ചേട്ടൻ ആള് കൊള്ളാലോ. ആ ഈ കാര്യമൊക്കെ ഉണ്ടല്ലോ ആ പിള്ളേരോട് പറ എല്ലാം ഇവിടെ കയറി താമസിക്കാൻ നോക്കും. നോക്കട്ടെ. വെള്ളം അടിക്കാൻ സമ്മതിക്കും. എന്റെ പൊന്നളിയാ ആദ്യം ഇവിടെ അയ്യോ എന്തൊരു തണുപ്പാ. എന്നിട്ടല്ലേ അതിനാ തണപ്പാ 2 മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും കോച്ചും. അയ്യോ ഇതിലോ. അതെ. എങ്ങനെയുണ്ടോ സ്ഥലം? കേട്ടില്ല. കൊള്ളാം. കൊള്ളാം അല്ലേ? കൊള്ളാം. ഇഷ്ടപ്പെട്ടേ പറ. അടിപൊളി. ആണോ? എന്നാ പിന്നെ ഫിക്സ് ചെയ്യണം. നല്ല സ്ഥലമാന്ന്. എത്ര ആവും ചേട്ടാ? ചാർജോ? ഡിസ്കൗണ്ട് ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മാത്രം വയ്ക്കണുള്ളത് നാളെ കൂടെ ഉണ്ട്. അയ്യോ ഇല്ലില്ല ഞങ്ങൾ നാളെ രാവിലെ തന്നെ പോവല്ലേ? ആ രാവിലെ തന്നെ പോവാം. ആ ആ അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളെ എന്തെങ്കിലും തന്നേച്ചാൽ നിന്നേ. പിന്നെ നല്ല വൃത്തിയും എന്നുള്ള അടുക്കളയുണ്ട്. കൊച്ചങ്ങ് കയറിക്ക്. എൻ്റെ കുറച്ച് മുട്ടയും ബ്രെഡൊക്കെ ഇരിപ്പുണ്ട്. അല്ല മുട്ട ഒരെണ്ണം കൂടെ കൊത്തി ഒടിച്ചിട്ട് ആ ബ്രെഡിലേക്ക് ഇട്ട് ചിക്കി പറക്കി പിള്ളേർക്ക് കൊടുത്തേ. കഴിച്ചിട്ടാണോ വന്നേ? ഞങ്ങൾ കഴിച്ചു. ആ പക്ഷെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഇവൻ ഇത് ഉറക്കവും തീറ്റയും തന്നു. ഇതെന്താ ആനമൂത്രമായിരുന്നോടാ? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ആ നല്ല സ്ഥലമുണ്ട് അവിടെ. ഇവിടെ ഉണ്ടാക്കി പറക്കി തരാൻ വേണ്ടി ചെറുക്കനുണ്ടായിരുന്നു. അവന് ചെറിയ പനിയായിട്ട് പോയേക്കുക. പിന്നെ എന്തെങ്കിലും മേടിച്ച് എനിക്ക് ഞാൻ പോകണം. ഇവിടെ അടുത്ത് നല്ലൊരു തട്ടുകടയുണ്ട്. വെടിക്കട്ട് പൊറോട്ടയും ബീഫോ. എടാ അപ്പൊ ഒന്ന് സ്റ്റേ അല്ലേ? സ്റ്റേ ആക്കാം. അല്ലേ? ചേട്ടാ പൊറോട്ടയും ബീഫിന്റെ കൂടെ ചിക്കൻ സ്റ്റാർട്ടേഴ്സ് എന്തെങ്കിലും അൽഫാമോ തന്നു? അയ്യോ അയ്യോ ഇതൊരു ചെറിയ തട്ടുകടയെന്ന്. ഒന്ന് പോണം അവിടുന്ന്. അൽഫാം അതെ അതൊന്നും കിട്ടിയല്ലോ ഇവിടെ. നീ ഒന്ന് മാറിക്കേ. അല്ലേട്ടാ നല്ല കപ്പ ബിരിയാണി കിട്ടോ? ആ അത് നല്ല സാധനം. ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒപ്പിച്ചുതരാം. അടിപൊളി അടിപൊളി. ആ പിന്നെ നിങ്ങൾ ഈ ബാഗും കാര്യങ്ങളൊക്കെ ആരെടുത്ത് വെക്കും? ഇല്ല അത് കുഴപ്പമില്ല. ചേട്ടൻ പോയിട്ടോ. ഞങ്ങൾ എടുത്ത് വെച്ചോളാം. ആ പിന്നെ ഈ പിള്ളേർക്കൊരു കട്ട കാപ്പിയൊക്കെ വെച്ച് കൊടുക്കുക. നമ്മുടെ കുടുംബം വീട് പോലെ അങ്ങ് പെരുമാറുന്നേ. ആ ഓക്കെ ചേട്ടാ വാടാ നമുക്ക് ലഗേജ് എടുക്കാം. വാ സൂചിച്ചിക്കാണ്ട് വാ.